നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് വീണ്ടും ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് പരീക്ഷിച്ച് നോക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കുറേ പേര് എന്നെ നേരിട്ട് അറിയിച്ചിരുന്നു, മെസ്സേജസിലൂടെ വരുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. സാമ്പാർ തയ്യാറാക്കാനായിട്ട് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇത് തിളച്ച് കുക്കറിൽ വേവിക്കുമ്പോൾ പരിപ്പ് തിളച്ച് പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചിലർ ഇതിൽ സ്പൂൺ ഇടുന്നത് കാണാറുണ്ട്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ തിളച്ച് ചാടില്ല എന്നാണ് പറയാം. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് തിളച്ച് ചാടുമോ എന്നുള്ളത് നമുക്ക് ഇതിലൊരു സ്പൂൺ ഇട്ട് നോക്കാം. അപ്പോൾ സ്പൂൺ ഒരെണ്ണം ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. സാധാരണയായിട്ട് തോരപ്പരിപ്പാണ് സാമ്പാറിന് ഉപയോഗിക്കാറ്. എൻ്റെ കയ്യിൽ തോരപ്പരിപ്പില്ല, പകരം പീസ് പരിപ്പാണുള്ളത്. പീസ് പരിപ്പാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. സാമ്പാറിന് പരിപ്പ് വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ കൂടെ വന്നാൽ പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ. ആവി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിൽ പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞത്, ഇത് മുരിങ്ങക്കായാണ്, ഒരു 10 അല്ലി ഉള്ളി, 2 പച്ചമുളക്, ക്യാരറ്റ് ഒരെണ്ണമാണ് ഇത്, മത്തങ്ങ ഒരു ചെറിയ കഷ്ണം, തക്കാളി ഒരു വലിയ തക്കാളിയാണ്. ഇത് ഇപ്പോൾ 2 പേർക്കുള്ള സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വലിയ തക്കാളിയാണ്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം തക്കാളി മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഈ കഷ്ണങ്ങളെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് സാമ്പാർ പൊടി വേറെ ചേർക്കും കേട്ടോ. അതുകൊണ്ടാണ് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് കേട്ടോ. മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനിടയിൽ ഞാൻ കുറച്ച് വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. കണ്ടോ, കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൽപ്പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ചെറിയൊരു ഉള്ളിയുടെ വലിപ്പത്തിലുള്ള കോൽപ്പുളി പിഴിയുന്നുള്ളൂ. കാരണം ഞാനിതിലേക്ക് വലിയൊരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കോൽപ്പുളി മാത്രമാണ് പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു 2 മിനിറ്റ് ഇത് ഒന്ന് പരിപ്പും കഷ്ണങ്ങളുമായിട്ടൊന്ന് യോജിക്കണം. അതുവരെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം കേട്ടോ. പരിപ്പ് വേവിക്കുമ്പോൾ കുക്കറിൽ സ്പൂൺ ഇടുന്നത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ. ഒട്ടും പുറത്തേക്ക് തിളച്ച് ചാടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ സാമ്പാർ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. സാമ്പാർ പൊടി ഡയറക്റ്റ് ചേർത്താൽ കട്ട പിടിക്കും. അപ്പോൾ ഞാനിവിടെ ബ്രാഹ്മൺസിൻ്റെ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി അത് വളരെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിപ്പിച്ച സാമ്പാർ പൊടിയാണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ 3 ടേബിൾ സ്പൂണാണ് സാമ്പാർ പൊടി എടുത്തിരിക്കുന്നത്. അതിൽ വെള്ളം ഒഴിച്ചിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ സാമ്പാർ വെക്കുമ്പോൾ. സാമ്പാർ പൊടിയുടെ ആണോ എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ സാമ്പാർ. ചോറിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറാണ് കേട്ടോ അത്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വറവ് ഇടാം കേട്ടോ. വേറെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ്.
നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പോ പുളിയോ എന്താണ് കുറവെന്നുണ്ടെങ്കിൽ നോക്കാം. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ശർക്കര ചേർത്ത് കൊടുക്കാമെന്ന്. പക്ഷെ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ല, ശർക്കരയുടെ പൊടിയാണുള്ളത്. അപ്പോൾ ഞാനൊരു ഒരു അര ടീസ്പൂണോളം, ടീസ്പൂണല്ല ടേബിൾ സ്പൂണാണ്, ഒരു അര ടേബിൾ സ്പൂണോളം ശർക്കരപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ശർക്കരയുടെ അച്ച അങ്ങനെ തന്നെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു കഷ്ണം മുറിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നല്ല സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്തു, പരിപ്പും ഇതൊക്കെ നന്നായി യോജിച്ചു. നല്ല രുചിയുണ്ട്, ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത്രയും ജീരകം, നല്ല ജീരകമാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഓപ്ഷണലാണ്. ഞാൻ ഒരു 3 വെളുത്തുള്ളി ചതച്ചത് ചേർക്കാറുണ്ട്. ഇനി അത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ചേർക്കണ്ട. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വെളുത്തുള്ളി എന്തിനാ സാമ്പാറിൽ ഇടണമെന്ന്. ചിലർ ചേർക്കും, ചിലർ ചേർക്കില്ല. ഞാൻ ചേർക്കാറുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. സാമ്പാർ വെക്കാൻ അറിയാത്തവരൊന്നും ആരും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. എന്നാലും ഇതെൻ്റെ സ്പെഷ്യൽ സാമ്പാറാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. ഓക്കേ.